മസ്ജിദ് പരിപാലിക്കുന്ന ആ ആളുകൾ ആ നാട്ടിലുണ്ടെങ്കിൽ ആഫത്തിനെ തൊട്ട് കാവലുണ്ടാകാൻ കാരണമായി തീരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മസ്ജിദിന്റെ ഇമാമുമാര്, മസ്ജിദിന്റെ മുഅദ്ദിൻ, മുക്കിർച്ചാക്ക് വലിയ സ്ഥാനം ഉണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വാങ്ക് കൊടുക്കുന്നവനേക്കാൾ വലിയ ഒരു ദാഴി ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ വാങ്ക് കൊടുക്കുന്നവന്റെ കഴുത്ത് പ്രത്യേകമായി ജ്വലിച്ച് പ്രത്യേകമായി പ്രകടമായി കാണും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ വാങ്ക് കൊടുക്കുന്ന കാരണം കൊണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ഞാനിപ്പോ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നമ്മൾ മൈതാനിയിൽ പള്ളിക്കാട്ടിൽ ഖബറും പുറത്ത് സിയാറത്തിന് പോകുമ്പോൾ മുക്കിർച്ചാനെയും കൂട്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുക്കണം. കാരണം അത് നമ്മളുടെ മഖ്ബൂറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂലി കിട്ടാൻ കാരണമാണ്. നമ്മുടെ സിയാറത്ത് സ്വീകരിക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം എന്ന്. മലയാളത്തിൽ പറയുന്ന വാക്കുകളെ പിന്നെ ചിലരതങ്ങോട്ട് വെട്ടിമുറിച്ച് കഷ്ണമാക്കി, അപ്പോ മുക്കിറിനെ കൂട്ടിയിട്ടില്ലെങ്കിൽ സിയാറത്ത് ശരിയാകൂല, ഫാത്തിഹ ശരിയാവൂല, യാസീൻ ശരിയാവൂല എന്നിങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. നമ്മൾ ആ വിമർശകരെ കുറിച്ച് നോക്കണ്ട, അത് ദുനിയാവിലുണ്ടാകും. അതേസമയത്ത് അത് നാട്ടിൽ പഴയ കാലത്തൊക്കെ മുക്രിമാർക്ക് എന്താണ് ശമ്പളം കൊടുക്കുക? ഇപ്പൊ എത്ര ശമ്പളം കൊടുക്കുന്നത്? ഇവിടെ എത്ര ശമ്പളം? 14,000 രൂപ. മാഷക്ക് എത്ര ശമ്പളം? 60,000 രൂപ. മാഷക്ക് 2 കുട്ടികള്, മുക്കിർച്ചാക്ക് 10 കുട്ടികൾ. മുക്കിർച്ചാന്റെ കുട്ടികളെ വയറ്റിലേക്ക് പോകേണ്ടത് എന്താണ്? അവർക്ക് ഭക്ഷണം വേണ്ടേ, വെള്ളം വേണ്ടേ, വസ്ത്രം വാങ്ങണ്ടേ? പക്ഷെ അവര് ബറക്കത്തോടെ ജീവിക്കുന്നത് ചെറിയ ശമ്പളമാണെങ്കിലും അവർക്ക് ഈ ആളുകൾ ബറക്കത്തിന് വേണ്ടിയുള്ള ഹദിയകൾ കൊടുക്കുന്നുണ്ട്. അത് നാട്ടിൽ നടന്നുവരുന്ന ആചാരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിഷ്കരിച്ച് പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് അതില്ലായ്മ ചെയ്യുകയാണ്. മഖാമുകളിൽ ചെന്നാല് മഖാമിന്റെ അവിടുത്തെ ആളുകൾക്ക് പൈസ കൊടുക്കണം എന്നത് അവിടുത്തെ ഒരു ആദത്താണ്. അജ്മീറിൽ പോയവർക്കറിയാം, അജ്മീറിൽ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ മഖാം ഓരോ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഓരോ ദിവസവും ഇന്നയാളാണ് സിയാറത്ത് ചെയ്യിക്കേണ്ടത് എന്ന് കമ്മിറ്റിയിൽപ്പെട്ട. അവർക്ക് ഒരു ഇക്രാമിയ അല്ലെങ്കിൽ ഹദിയ കൊടുക്കുക, അത് ആ സിയാറത്തിന്റെ ആദാബിൽപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ അപ്പൊ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സിയാറത്തിന് വാപ്പന്റെ അടുത്ത് പോകുന്ന ആളുണ്ട്. എന്നും മുഖർച്ചനെ വിളിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സിയാറത്ത് ചെയ്യുമ്പോൾ വിളിക്കണം എന്നല്ല അർത്ഥം. വർഷത്തിൽ ഇടക്കിടക്ക് റമദാനിനും പെരുന്നാളിനും റബിയുൽ അവ്വലിനും അങ്ങനെ നമ്മൾ ആ ഹദിയ, അതിനെ പരിപാലിക്കുന്ന ആളുകൾക്ക് ഹദിയ കൊടുക്കുക എന്നുള്ളത് അതിന്റെ മാമൂലാണ്, അതിന്റെ ഒരു ആദാബുകളിൽപ്പെട്ടതാണ്. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ കാര്യം വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഈ മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ നാടിന് തന്നെ അത് കാവലായിരിക്കും. ഇപ്പോ നാട്ടിലെ ആളുണ്ടാവൂല, എവിടെന്നെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. പല നാടുകളിലും സ്വന്തമായി ആ നാട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ഉള്ള ആളുകളില്ല, വളരെ കുറഞ്ഞുപോയി. ചില നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ടാവും. ഇവിടുത്തെ മുക്കുറിച്ചി നാട്ടുകാർ തന്നെയല്ലേ? എവിടെയുള്ള എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ മുക്കിർച്ച ഇല്ലാത്തത്? 14,000 കൊടുത്താൽ ആരെങ്കിലും നിൽക്കുവോ? അപ്പൊ മുക്കിർച്ചക്ക് ഒരു 50,000 റുപ്യ ശമ്പളം കൊടുക്കണം, ഖത്തീബിനൊരു 75,000 കൊടുക്കണം. അപ്പൊ നിങ്ങൾ ശമ്പളമായി കമ്മിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ സ്വലാത്തും ദിക്റും ദുആയും വീട്ടിൽ പല പരിപാടികൾക്കായിട്ട് വരുമ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കും. പൈസക്ക് വേണ്ടിയാണ് ഈ ജോലി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത്തരം ആദാബുകൾ നാട്ടിൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി അത്തരം സംഗതികളൊക്കെ മാറ്റി നിർത്തും. എന്നിട്ട് പരിഷ്കാരം ആയിട്ട് കൊണ്ടുവരുന്നത് പിന്നെന്താണ്? ഗാനമേളയും
ചെണ്ടമുട്ടലും കോൽക്കളിയും, കല്യാണത്തിന് എല്ലാ കുട്ടികൾക്കും ഒരേ കളറുള്ള ഡ്രസ്സിട്ട് പട്ടാളമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇങ്ങനെ എന്തെല്ലാം വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുർവ്യയം ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ചില സംഗതികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. റോട്ടിൽ 10 റുപ്യ ടോള് വാങ്ങുന്നുണ്ടെങ്കിൽ ആ 10 റുപ്യ കൊടുക്കാതിരിക്കാൻ ഡ്രൈവർമാർക്ക് വലിയ ഒരു തിരക്ക. അപ്പുറത്ത് 100 റുപ്യ ചെലവഴിക്കും, പ്രശ്നമല്ല. റോഡിന് വാടക വാങ്ങുകയല്ലേ. ചുങ്കം എന്ന് പറയുന്ന തെറ്റായ മക്സല്ലല്ലോ അത്. പക്ഷെ അത് ജനങ്ങളുടെ ഒരു ധാരണയാണ് അങ്ങനെ. അപ്പോ മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾ, ഇമാമ്, മുഅദ്ദിൻ, അതുപോലെ ക്ലീനാക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ വലിയ സ്ഥാനം ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ നാട്ടിലുണ്ടായാൽ അക്കാരണം കൊണ്ട് ആ നാട്ടിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും, ബറക്കത്തുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. മസ്ജിദിൽ വരുന്ന എല്ലാവരെയും പരിഗണിക്കണം. പണക്കാരനെയോ പാവപ്പെട്ടവനെയോ ഒന്നും മാറ്റമുണ്ടാകാൻ പാടില്ല. ബീഡി വലിക്കുന്നവനെയും സിഗരറ്റ് വലിക്കുന്നവനെയും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. മണം കൊണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടേ, ഇതാരാ ചെയ്യേണ്ടത്? പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് ചെയ്യേണ്ടത്. ഉള്ളി തിന്ന് വാസനയുമായി, മോശമായ വാസനയുമായി ഒരാൾ മസ്ജിദിലേക്ക് വരികയാണെങ്കിൽ അവരെ തടയണം. കാരണം മറ്റു നിസ്കരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അവരുടെ നിസ്കാരത്തിന് വസ്വാസം ഉണ്ടാവും. ഈ ഉള്ളി തിന്നുമ്പോൾ തന്നെയാണ് ബീഡി വലിച്ചാലും അല്ലേ? വലിക്കാത്തവർക്കേ അറിയുള്ളൂ. ആ സാധനം ഒരു മൂലയെന്ന് കത്തിയാൽ നമുക്ക് ചുമയ്ക്കും, ഭയങ്കരമായ ശല്യം ഉണ്ടാകും. അപ്പോ വലിച്ചു വരുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് വലിച്ചൊക്കെ കഴിഞ്ഞ് നന്നായി പല്ലൊക്കെ വൃത്തിയാക്കിയിട്ടേ വരാവൂ. വലിച്ചു ഇങ്ങനെ മസ്ജിദിന്റെ കോമ്പൗണ്ട് കയറുന്നത് വരെ ലാസ്റ്റ് പഫ് എടുത്തിട്ട് കയറരുത്. അങ്ങനത്തെ മസ്ജിദിൽ മുസല്ലികളായ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്ക് ദുർഗന്ധവുമായി വരുന്നവരെ തടയാം. അതിന് ഇസ്ലാമിൽ നിയമം ഉണ്ട്. അതുകൊണ്ടാണ് മസ്ജിദിലേക്ക് വരുമ്പോൾ കുളിക്കണം. ജുമുഅക്ക് വരുമ്പോ കുളി സുന്നത്താണ്. ദുർഗന്ധമുണ്ടെങ്കിൽ മറ്റു ജമാഅത്തുകൾക്ക് വരുമ്പോഴും ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ ആ കുളിക്ക് കൂലി കിട്ടും. അത്തറ് പുരട്ടണം. നല്ല സുഗന്ധത്തോടുകൂടിയാണ് നല്ല സദസ്സുകളിലേക്ക് എല്ലാം വരേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കമ്മിറ്റിക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ നാട്ടുകാരായ ആളുകൾക്കോ അതിനെ തടയാവുന്നതാണ്. അതൊന്നും കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. തടയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു